All set to start another trip. It's me, Ajit from Weekend Destinations. ഈ ട്രിപ്പ് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, ക്യാബും ബുക്ക് ചെയ്തു. ഇനി നേരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ കണ്ടത് ഇറ്റ്സ് അമേസിങ്. പുതിയ ടെർമിനൽ, ഒരു അപാര കൺസ്ട്രക്ഷൻ തന്നെ. വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന വിധം മനോഹരമായി ഒരുക്കിയിരിക്കും. എവിടെ നോക്കിയാലും ചെടികൾ, നല്ല രസമുണ്ട് കാണാൻ. തൂണുകൾ കണ്ടാൽ തോന്നും മുള കൊണ്ട് നിർമ്മിച്ചതാണെന്ന്. പക്ഷെ അതിമനോഹരമായിരിക്കുന്നു, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഫോട്ടോസ് എടുക്കാനായി മാത്രം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ കണ്ട് ചെക്കിൻ പ്രോസസ്സും കഴിഞ്ഞ് നേരെ ഡിപ്പാർച്ചർ ഗേറ്റിലേക്ക്. ഞാനും വൈഫും ഇതിനു മുൻപും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ യാത്രകളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആളുകളുടെ തിക്കും തിരക്കും കാരണം ലഗേജ് വെക്കാൻ നന്നേ ബുദ്ധിമുട്ടി. എന്തായാലും ഒടുവിലെല്ലാം സെറ്റ്. വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് എയർ ഹോസ്റ്റസ് ലഞ്ച് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. നിയർലി 3 hours ജേണിയാണ്. ഉച്ച സമയം 2 നോൺ വെജ് കോംബോ പറഞ്ഞു. എ പെർഫെക്റ്റ് ലഞ്ച്. അങ്ങനെ ഫൈനലി വി റീച്ച് IGA എയർപോർട്ട്, ഡൽഹി. പുറത്തേക്ക് പോകുന്ന വഴി എന്നെ ഒരുപാട് ആകർഷിച്ച ഒന്നായിരുന്നു ഈ ആർട്ടിഫിഷ്യൽ അക്വേറിയം. ഒരു രക്ഷയില്ല കേട്ടോ. എയർപോർട്ടിനുള്ളിലെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നേരെ പുറത്തേക്ക്. എല്ലാവരുടെ മനസ്സിലെ ഒരു ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും മഞ്ഞ് വീഴുന്ന കാണണമെന്ന്. സോ ഫൈനലി വി ആർ ഗോയിങ് ടു മണാലി. പാക്കേജ് എടുത്താണ് മണാലി യാത്ര. സോ ബസ് സ്റ്റോപ്പിൽ വേഗം എത്താൻ മെട്രോ ആണ് ഈസി എന്ന് ട്രാവൽ കമ്പനി പറഞ്ഞു. അതുകൊണ്ട് നേരെ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ഡൽഹിയിൽ ഇത് ആദ്യമായാണ്, അതുകൊണ്ട് ഇവിടുത്തെ മെട്രോ സർവീസിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഒരു വിധത്തിൽ ഗൂഗിളിലൊക്കെ നോക്കി ടിക്കറ്റൊക്കെ എടുത്തു. ആദ്യമായാണ് അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കയറുന്നത്. മെട്രോ ഇറങ്ങി ഒരു ഓട്ടോ എടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. ട്രാവൽ ഏജൻസി ടിക്കറ്റ്സ് എല്ലാം ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടേക്കണ കാരണം നമ്മുടെ ബസ് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ടു. ഓവർനൈറ്റ് 9 hours ജേണിയാണ് ഡൽഹി ടു മണാലി. വോൾവോയുടെ AC സെമി സീറ്റർ ബസ്സിലാണ് മണാലി യാത്ര. ഡൽഹിയിലാണ് മുടിഞ്ഞ തണുപ്പ്, ഒരു രക്ഷയില്ല. 10 മിനിറ്റ് ടീ ബ്രേക്കിന് വേണ്ടി ബസ് എവിടെയോ നിർത്തി. എവിടെയാണെന്നൊരു പിടിയില്ല. നല്ല തണുപ്പാണ് പുറത്തുള്ളത്. ഫൈനലി വി റീച്ച്ഡ് മണാലി. ട്രാവൽ ഏജൻസി അറേഞ്ച് ചെയ്ത ഡ്രൈവർ ഓൾറെഡി ബസ് സ്റ്റോപ്പിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിൽ നിന്നും ലഗേജും എടുത്ത് നേരെ ഹോട്ടലിലേക്ക്. മണാലി ടൗണിൽ നിന്നും കുറച്ച് മാറിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 നൈറ്റും 3 ഡേയുമാണ് പാക്കേജിൽ ഉൾപ്പെടുന്നത്. ഹോട്ടലിലെ ചെക്കിൻ ടൈം 11 മണിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് ഇലകൾ പൊഴിച്ച ആപ്പിൾ മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. തണുപ്പിന് പ്രതിരോധിക്കാനാവും തോന്നുന്നു. ഹോട്ടലിനുള്ളിൽ മുഴുവൻ തടികളാൽ പാനൽ ചെയ്തിരിക്കുകയാണ്. റൂം റെഡിയാവാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റൂം റെഡിയായി. നേരെ റൂമിലോട്ട്. ഇനി നമുക്ക് ചെറിയൊരു റൂം ടൂർ ആവാം. റൂം മുഴുവൻ തടി കൊണ്ട് പാനൽ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തെ തണുപ്പ് അധികം ഉള്ളിലോട്ട് വരുന്നില്ല. ഇനിയൊന്ന് ഫ്രഷ് ആവണം. ട്രാവൽ ഏജൻസി ഓൾറെഡി ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്ലാൻ മണാലിയിലെ സൈറ്റ് സീൻസ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.